ദേവ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മളൊന്ന് ഡീകോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ആക്ച്വലി ഒരു മെക്കാനിക് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ ഈ ഒരു ബെൽറ്റിനെ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ അധികം ടൂൾസുകൾ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പൃഥ്വിരാജിന്റെ ക്ലാനിനെ ഈ മറ്റു രണ്ട് ക്ലാനുകൾ കൂടി അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് പൃഥ്വിരാജ് വീണ് പോകുന്ന സമയത്ത് പൃഥ്വിരാജ് വിളിക്കുന്ന മറ്റൊരു കഥാപാത്രം ആരാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ ആരുമല്ല ദേവയാന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞ് ചിറകുടിഞ്ഞ് കാലവും കടന്നു പോയി എന്ന് പറയുന്ന ഒരു പാട്ട് പറഞ്ഞ പോലെ ലിറിക്സ് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. സലാർ സിനിമയുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന സലാർ റിലീസ് ട്രെയിലർ എന്ന് പറഞ്ഞ് വന്നേക്കുന്ന ഈ ട്രെയിലർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഡ്യൂറേഷൻ ആയിരുന്നു 2 മിനിറ്റ് 53 സെക്കൻഡ് വന്നേക്കുന്ന ഒരു ട്രെയിലറാണ് ഇപ്പോൾ വന്നേക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, ഇതിന് മുമ്പേ തന്നെ വന്നേക്കുന്ന ട്രെയിലർ എന്ന് പറയുന്നത് 3 മിനിറ്റിന് മേലെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ട്രെയിലറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡ്യൂറേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് 53 സെക്കൻഡ് ആണ്. ആക്ച്വലി സലാർ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂർ 55 മിനിറ്റ് ആണ്. അതായത് ഈ ഒരു കംപ്ലീറ്റ് സിനിമയുടെ ഒരു ഷോർട്ട് വേർഷൻ ആണ് ഈ ഒരു ട്രെയിലർ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഇവിടെ തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഭാസിന്റെ ക്യാരക്ടർ കാണേണ്ടി വരുന്നുണ്ട്. വളരെ വയലന്റ് ആയിട്ട് നിൽക്കുന്ന കുറേയധികം ബ്ലഡ് സ്റ്റെയിനുമായിട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്രഭാസിന്റെ ക്യാരക്ടറിനെ കാണേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ വയലൻസ് ഉള്ള ട്രെൻഡ്. സോ അത് തന്നെയാണ് ഇപ്പോൾ തമ്മിൽ കൊടുത്തേക്കുന്നത്. എന്തിനാണ് ഇന്ന് കണ്ടോക്കാം. ഓക്കെ, ഈ ഒരു സീൻ കാണുന്ന സമയത്ത് നമ്മുടെ ഡേവിഡ് ആൻഡ് ഗോലിയാത്ത് എന്ന് പറയുന്ന ആ ഒരു റെഫറൻസ് ആണ് എനിക്ക് തോന്നിയത്. ചെറിയ ഡേവിഡും വലിയ ഗോലിയാത്തും തമ്മിലുള്ളൊരു യുദ്ധമാണ് നമുക്കിവിടെ കാണാണ്ട് വരുന്നത്. ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൻസാർ സിറ്റിയുടെ ഉള്ളു പോലെ തന്നെയാണ് നമുക്ക് കാണാണ്ട് വരുന്നത്. ഇവിടെ ഫസ്റ്റത്തെ ഫ്രെയിമിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ദേവനെയും വരദനെയും കാണാനായിട്ട് വരുന്നുണ്ട്. സോ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിനകത്ത് കാണിക്കാൻ പോകുന്നത് ഇവർ ചൈൽഡ്ഹുഡ് ആണെന്നുള്ളൊരു കാര്യമാണ് തോന്നുന്നത്. അതായത് പഴയ പേർഷ്യൻ റെഫറൻസ് കാണിച്ചതിന് ശേഷം പിന്നീട് ഇവർ ചൈൽഡ്ഹുഡ് കാണിക്കാനാണ് ചാൻസ് കൂടുതൽ. നമുക്ക് എന്തായാലും കണ്ടുനോക്കാം. ഷോക്കൊക്കെ വരുന്നുണ്ട്. സാമ്രാജ്യത്തിലെ സുൽത്താൻ എത്ര വലിയ പ്രശ്നമുണ്ടായാലും തന്റെ ശക്തമായ സൈന്യത്തെ ആശ്രയിക്കാതെ പരിഹാരം തേടിയത് ഒരാളോട് മാത്രം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സുൽത്താനാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. അതായത് പൃഥ്വിരാജിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഭരതരാജ മന്നാർ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അവരുടെ വംശത്തിൽ പെട്ടേക്കുന്ന ഒരു ക്യാരക്ടർ ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം, ഓൾറെഡി ജംഗീസ് ഖാന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു അതിനേക്കാൾ ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരെന്നൊക്കെയാണ് ഇവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ലാസ്റ്റ് വന്നിരുന്ന പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂ കാണുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് ഈ ഒരു കൻസാർ സിറ്റിനെ പറ്റി ഈ സിനിമയിൽ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ഐഡിയ ശരിക്കും പ്രശാന്തിയിൽ ഉണ്ടായിരുന്നുള്ള ഒരു കാര്യം. സോ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന് ഒരു അപകടം സംഭവിക്കുന്നുണ്ട് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് ട്രെയിലർ അത് കണ്ടേക്കുന്ന പോലെ തന്നെ ഇനി അവിടെ വരദരാജ മന്നാർ രാജാവ് ആവണ്ട എന്നുള്ള രീതിക്ക് സ്വന്തം രാജ്യത്ത് തന്നെ പിടിച്ച് മാറ്റിയേക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ വന്നേക്കുന്നത്. ആ സമയത്ത് പൃഥ്വിരാജിന്റെ ഈ ഒരു ക്യാരക്ടർ ഒരുപാടധികം ഇൻസൾട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ വളരെ പ്ലസന്റ് ആയിട്ട് നിൽക്കുന്ന കൻസാർ എന്ന് പറയുന്ന സിറ്റിനെ അറ്റാക്ക് ചെയ്തേക്കുന്ന ഗരുഡിനെയാണ് നമുക്ക് ഇവിടെ കാണാണ്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തന്റെ ശക്തമായ സൈന്യത്തെ ആശ്രയിക്കാതെ പരിഹാരം തേടിയത് ഒരാളോട് മാത്രം. എടാ, മെക്കാനിക്കിന് സ്പാനറും റിഞ്ചൊക്കെ ഉപയോഗിക്കാൻ മാത്രമല്ലടാ അറിയുള്ളൂ. ഇവനൊക്കെ ഗണ്ണ് കൊടുത്തത് വല്ല കാര്യമുണ്ടോ? വാവ്, ആ സീനൊക്കെ കിടുക്കിട്ടോ. ലിറ്ററലി പറയാലോ വേറെ ലെവല്. കാരണം KGF ടീസർ വന്നിരുന്ന സമയത്ത് ആ ചക്ക 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 എന്ന് പറഞ്ഞിട്ട് കൊടുക്കണ സീൻ തിയേറ്ററിൽ നിന്ന് കിലിങ്ങായിരുന്നു. അതൊരു ഗംഭീര സീനായിരുന്നു. അതിൻ്റെ തന്നെ ഒരു മോഡിഫൈഡ് വേർഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മെക്കാനിക് ആയതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. കാരണം മെക്കാനിക്കിന് ഇത് ബിൽഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. പ്രശാന്തിൻ്റെ ക്യാരക്ടറൈസേഷൻ ഒരു രക്ഷയില്ല. എന്തായാലും നല്ല അടിപൊളിയായിട്ട് തിയേറ്ററിൽ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു സംഭവം ഈ ഒരു സീനകത്ത് മാത്രം ഉണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. അയ്യവാ, അടിപൊളി അടിപൊളി. പ്രഭാസിന്റെ ഒരു ക്യാരക്ടർ മെക്കാനിക് ആണെന്നുള്ളൊരു കാര്യം നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു. ഇതേ ഒരു മെക്കാനിക് ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അമ്പോ, ഓ, ഈ ഒരു സീൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന് തന്നെ സ്വന്തം സാമ്രാജ്യത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇത് ഗേറ്റ് പാസ് ആണ് ഇവിടെ കാണാണ്ട് വരുന്നത്. G10480 എന്ന് പറയുന്ന ഒരു ഗേറ്റ് പാസ് ആണ്. അപ്പോൾ ഗേറ്റ് 1 കടക്കാനായിട്ട് ഇയാൾ ശ്രമിക്കുന്ന സമയത്ത് ഇയാൾ സ്വന്തം രാജാവായിട്ട് പോലും ആ സ്ഥാനത്തോട്ട് അയാൾക്ക് കയറാനായിട്ട് വരുന്നില്ല. കാരണം സ്വന്തം സാമ്രാജ്യം വേറെ ആൾക്കാർ കൈയടക്കി വെച്ചേക്കാണ്. ആ ഒരു സീനാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്.
ഫുൾ ബ്ലാസ്റ്റുമായ കേട്ടോ. എല്ലാ തരത്തിലുള്ള വെപ്പൺസും ഉണ്ട്, മോഡിഫൈഡ് വെപ്പൺസ് അടക്കം നാടൻ കത്തി വരെ ആളുടെ കയ്യിലുണ്ട്. കിടുക്ക സാധനം. ശരിക്കും ആർമി ഓഫീസേഴ്സ് യൂസ് ചെയ്യുന്ന സാധനമാണ്. US ആർമിയൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് വാളും സാധനങ്ങളൊക്കെയാണ് ഇങ്ങേരുടെ യൂസ് ചെയ്തേക്കുന്നതായിട്ട് കാണാണ്ട് വരുന്നത്. Wait. I need a drink. Do you have? ഇങ്ങനെയല്ലേ വാവ്. നമ്മുടെ മണ്ണാർ ആർമി ഗേറ്റിനടുത്ത് മാത്രമല്ല ഖാൻ സാർ മുഴുവൻ ഹൈ അലേർട്ട് ആയിരിക്കാൻ പറയൂ. ഓക്കെ, അപ്പോൾ പൃഥ്വിരാജിനെ പിടിച്ച് പുറത്താക്കിയത് വേറെ ആരുമല്ല, ഈ ഒരു സ്ത്രീനെ എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടാണോ ഗരുഡൻ്റെ ടീം വന്നിട്ട് അറ്റാക്ക് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. കാരണം ഇവരെ കണ്ടിട്ട് ഒരു റാണിയുടെ ലുക്കാണ് കാണാൻ വരുന്നത്. സോ ഇവരാണ് ഇതിനകത്ത് മേജർ വില്ലൻ. ലൈക്ക് ഒരു പ്രധാനപ്പെട്ട വില്ലനായിട്ട് ഗരുഡ വരുന്ന സമയത്ത് ഇവരും ആ ഒരു സൈഡിൽ തന്നെയുണ്ട് വില്ലനായിട്ട്. ഇവരൊക്കെ കൂടിയിട്ടാണ് പൃഥ്വിരാജിൻ്റെ ഈ ഒരു ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് കൻസാറിന്ന് പുറത്തേക്ക് ആക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. കാൽക്കുലേറ്റർ വെച്ചുള്ള കണക്ക് കൂട്ടലുകൾ വില പോകില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു കണക്ക് കൂട്ടലിലും പെടാത്ത ഒഴുക്കിനെ കൊണ്ടുവന്നത്. അടിപൊളി. കനൽ കൊണ്ടായാലും ഇവരുടെയൊക്കെ ചോര കൊണ്ടായാലും അവന്റെ പേര് അറിയാൻ പാടാ. ഖാൻ സാർ ഒരുപാട് പേരുടെ കഥ മാറ്റിയിട്ടുണ്ട്. ഈ അമ്മച്ചീനെ കാണുമ്പോൾ എനിക്ക് വീണ്ടും KGF കണക്റ്റിലോട്ട് പോകും. ഷൂഫ്, എന്ത് കഷ്ടമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്ക് വേറെ വല്ല ഡ്രസ്സിങ് കൊടുക്കായിരുന്നില്ലേ? ഒരുപാട് പേരുടെ കഥ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഖാൻ സാറിന്റെ കഥ മാറ്റിയത് രണ്ടുറ്റ സുഹൃത്തുക്കളിൽ ബദ്ധവൈരികളായി മാറിയപ്പോഴാണ്. ഇത് ആക്ച്വലി പാർട്ട് 1 ട്രെയിലർ അല്ല, ഇത് ആക്ച്വലി പാർട്ട് 2 ട്രെയിലറാണ്. ഇതെന്താണ് ഞാനിങ്ങനെ പറഞ്ഞുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ അവസാന ഭാഗത്ത് ഈ സിനിമ അവസാനിക്കുന്ന സമയത്ത് അതുവരെ ഒരു കട്ട ഫ്രണ്ട്സാണ്. എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ വെക്കുന്ന, നമ്മൾ സൂര്യൊക്കെ പാട്ട് കേട്ടു, രണ്ടുപേരും കട്ടയ്ക്ക് കൂടെ വെക്കുന്നതായിട്ട് കേൾക്കാൻ പറ്റിയിരുന്നു. നല്ലൊരു ഫ്രണ്ട്ഷിപ്പൊക്കെയാണ് ഇവർ കാണിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ സലാർ പാർട്ട് 2 വരുന്ന സമയത്ത് നോക്കിക്കോ, ഇതിനകത്ത് പ്രധാനപ്പെട്ട വില്ലനാവാൻ പോകുന്ന പൃഥ്വിരാജിനെ ആയിരിക്കും. ഐ മീൻ ഇപ്പോൾ ഒരു ഫ്രണ്ട്സാണ്, പക്ഷേ ഇനി ഇവർ തമ്മിലുള്ളൊരു സംഭവമായിരിക്കും കാണാനായിട്ട് സാധ്യത. കാരണം ഈ അവസാനത്തെ ഡയലോഗ് ഒരു പാർട്ട് 2 കണക്ഷനായിട്ടാണ് കാണാൻ വരുന്നത്. സാധാരണ ഈ സാധനമൊക്കെ സിനിമയിൽ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. സിനിമ കാണുന്ന സമയത്ത് മാത്രമാണ് അടുത്ത സിനിമയിൽ എന്തെന്നുള്ളൊരു കാര്യം ലീഡ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞേക്കുന്ന പോലെ 2 മണിക്കൂർ 55 മിനിറ്റിൻ്റെ ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ തന്നെ ഒരു ഷോർട്ടർ വേർഷനായിട്ട് 2 മിനിറ്റ് 53 സെക്കൻഡായിട്ട് ഒരു ട്രെയിലർ ഇറക്കിക്കുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് എല്ലാം വ്യക്തമാണ്. സ്റ്റോറി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കൻസാർ എന്ന് പറയുന്നൊരു സിറ്റി ഒരു പേർഷ്യൻ സാമ്രാജ്യത്തിൽപ്പെട്ടായിരുന്ന ഒരു രാജവംശത്തിൻ്റെ, അതായത് പൃഥ്വിരാജിൻ്റെ രാജവംശത്തിൻ്റെ അണ്ടറിലായിരുന്നു. പൃഥ്വിരാജായിരുന്നു പുതിയ സുൽത്താനായിട്ട് ആവേണ്ടിയിരുന്നത്. പക്ഷേ ആ സമയത്ത് മറ്റ് ക്ലാനുകൾ കൂടിയിട്ട് പൃഥ്വിരാജിൻ്റെ ടീമിനെ അറ്റാക്ക് ചെയ്ത് പുറത്തേക്കാക്കുന്നു. തുടർന്നുണ്ടാവുന്ന സിറ്റുവേഷനിൽ പൃഥ്വിരാജ് തൻ്റെ പഴയ ഫ്രണ്ടിനെ തിരിച്ചു വിളിക്കുന്നു. അവനൊരു ആവശ്യഘട്ടം വന്ന സമയത്ത് തൻ്റെ പഴയ ഉറ്റ ചങ്ങാതിനെ തിരിച്ചു വിളിക്കുന്നു. ദേവ വരുന്നു. ദേവ എന്ന് പറയുന്നത് ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വയലൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ദി മോസ്റ്റ് വയലന്റ് മാൻ കോൾഡ് വൺ മാൻ, ദി മോസ്റ്റ് വയലന്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹം വന്നിട്ട് കൻസാർ മൊത്തം തകർത്ത് ഇതിനുള്ള വില്ലന്മാരൊക്കെ തകർത്തുകൊണ്ട് ഈ കൻസാർ തിരിച്ചു പിടിക്കുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. പക്ഷേ പ്രസൻറ്റേഷൻ വരുന്ന സമയത്ത് കളിയൊക്കെ അങ്ങ് മാറും. കാരണം ഞാൻ കണ്ടെടുത്തോളം ഫസ്റ്റ് ട്രെയിലറിനേക്കാളും ഗംഭീരമായിട്ടുള്ള സാധനം, ഒന്നും പറയാനില്ല. ഞാൻ ചുമ്മാ പറയുന്നതല്ല, എനിക്ക് ഭയങ്കര ഫീൽ കിട്ടി. ഫസ്റ്റത്തേനേക്കാളും എങ്ങനെയായാലും അടിപൊളിയാണ്. എപ്പോഴും KGF ആയിട്ടാണ് നമുക്കൊരു കമ്പാരിസൺ വരാം അല്ലേ. പക്ഷേ ഇപ്പോൾ ഈ സിനിമ കാണാനായിട്ടുള്ള ഹോപ്പ് ഒന്നുകൂടി കൂടിയേക്കാണ്. എന്തുതന്നെയാണ് നിങ്ങൾ ഈ സിനിമ കാണാനായിട്ട് പോകുന്നുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ടിക്കറ്റ് മറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് ഇനി ബാക്കിയാണ്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്നുള്ളൊരു കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകൾ എല്ലാം കൂടെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ടു നാൾ സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്.